കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ദിലീപ് ഭായിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു റേഞ്ച് റോവറിന്റെ വീഡിയോ അല്ലേ. നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് റേഞ്ച് റോവർ കൊണ്ടുവന്നിട്ട് ദുബായിൽ ഉപയോഗിക്കുന്ന ഒരു മലയാളി, അതായിരുന്നു കണ്ടന്റ്. അപ്പം അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൽ ഒരുപാട് സ്റ്റെബിലൈസേഷൻ ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ക്യാനന്റെ മാക്സ് പവർ എന്ന് പറഞ്ഞൊരു 10 സീരീസിലൊരു ചെറിയൊരു പോക്കറ്റ് ക്യാമറയാണ്. അപ്പോൾ അത് വാങ്ങിയ അന്ന് തന്നെ ഞാനത് ഉപയോഗിച്ചു. അതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊന്നും മാറ്റിയില്ലായിരുന്നു, കാരണം മാറ്റാൻ അങ്ങനെ അറിയില്ല, അതാണ് സത്യം കേട്ടോ. സോ എൻ്റെ യൂസേജിൽ പറയുകയാണെങ്കിൽ ക്യാമറ അടിപൊളിയാണ്. ഇപ്പം ആ ക്യാമറ തന്നെയാണ് ഷൂട്ട് ചെയ്തത്, നല്ല വോയിസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിയ ഉടനെ അതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ സെറ്റിംഗ്സിൽ നോർമൽ മോഡിലാണ് ഷൂട്ട് ചെയ്തത്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്തത് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടാണ്. നിങ്ങൾ കണ്ടോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? പക്ഷേ എന്ത് തേങ്ങയാണെങ്കിലും ഗോപ്രോൻ്റെ 7 അലകത്ത് വരില്ല കേട്ടോ, അതാണ് എൻ്റെ സത്യം. അപ്പം ഈ ക്യാമറ അങ്ങനെ കയ്യിലുണ്ട്. നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടാണ്, നിങ്ങൾ ഇതിങ്ങനെ കേട്ടോ ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ക്യാമറയിൽ നമുക്ക് ഡിസ്പ്ലേ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ രാത്രിയൊക്കെ ഷൂട്ട് ചെയ്യാൻ ബെസ്റ്റാണ്. നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് എന്തായാലും അടുത്ത തവണ എനിക്ക് തോന്നുന്നത് ഞാൻ ഗോപ്രോ തന്നെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കാം. അടുത്ത തവണ എപ്പോഴാണെന്നുള്ള ചോദ്യത്തിന് കാനഡയാണ് പോണത്. 13-ന് 14-ന് കാനഡയിലേക്ക് വിടും. ദുബായിൽ നിന്നാണ് പോണത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേ നമ്മൾ അവിടെ നിന്നാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഞാൻ ഇങ്ങനെയായിരുന്നു. ഈ കൊല്ലം മാഷാ അല്ലാഹ് ഞാൻ ഇങ്ങനെയായിരിക്കും. ലൈഫ് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, വി ഷുഡ് ബി ലൈക്ക് എ സീഡ്. നമ്മളൊരു വിത്ത് പോലെ ആവണം. എത്രത്തോളം ആഴത്തിൽ നമ്മുടെ ശത്രുക്കൾ നമ്മളെ കുഴിച്ചു മൂടാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മളിങ്ങനെ മുളച്ച് മുകളിലോട്ട് തന്നെ കയറി വരണം. ഗ്രാവിറ്റി അറിയാലോ, ഭൂമിയിലുള്ളതെല്ലാം മുകളിലേക്ക് പോകുന്നത് ഗ്രാവിറ്റി ആണ്. അതുപോലെ തന്നെയായിരിക്കും നമ്മളും. നമുക്ക് ഒരുപാട് വിഷമഘട്ടങ്ങളുണ്ടാവും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ ഒരു സമയത്തൊന്നും നമ്മൾ ഡൗൺ ആകാൻ പാടില്ല. അപ്പം ഞാനൊക്കെ തോന്നുന്നത് എൻ്റെ ലൈഫിൽ ഇപ്പം ഈ കേസുകൾ എന്നൊക്കെ പറഞ്ഞ് സർവ്വസാധാരണ എല്ലാവർക്കും എതിരെ വരാൻ തുടങ്ങി. അതാണ്, എല്ലാവർക്കും എതിരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന സമയത്തൊക്കെ അത്രയും ആഘോഷിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു എൻ്റെത്. പക്ഷെ എന്നിട്ടും തളർന്നിട്ടില്ല. നമ്മളൊരു ബ്രേക്ക് എടുത്തു എന്നല്ലാതെ തളരാൻ നിന്നിട്ടില്ല. ബ്രേക്ക് എടുത്തു, അൽഹംദുലില്ലാഹ്. ഇപ്പം ലൈഫൊക്കെ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. വ്ളോഗിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ കാനഡ പോയിട്ട് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എന്താ പറയുക ഇപ്പോഴത്തെ രീതി കേട്ടോ. പിന്നെ അതെ, പുതിയൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട് കാനഡ പോകുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇത് ഇവിടുത്തെ ദേര സിറ്റി സെൻ്ററിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ചെറിയൊരു ഗ്രീൻ കളർ ബാഗാണ്. ഇതിനകത്ത് നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇടാം. ഇതൊക്കെ ഞാൻ ഒരു കൊല്ലത്തിന് ശേഷം ഇതൊക്കെ എടുക്കുന്നത്. ഇതൊക്കെ എൻ്റെ വ്ളോഗിങ്ങിൻ്റെ ആക്സറീസാണ്. 1 ഇയറിന് ശേഷമാണ് ഇതൊക്കെ എടുത്ത് പുറത്തിടുന്നത്. എൻ്റെ ഗോപ്രോ നോക്കിയത് ശരിക്കും എൻ്റെ ഗോൾഡ് വിങ്ങിൻ്റെ എടുത്തു പോകുമ്പോൾ ഹെൽമെറ്റിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യുന്നുള്ളത് ഈ സാധനം ഞാൻ ഉപയോഗിക്കലേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അതും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് എൻ്റെ ലാപ്ടോപ്പൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ വേറൊരു സംഭവം കാണിച്ചിടാം. പൊങ്ങച്ചൻ പറയുന്നതല്ല, ഇഷ്ടപ്പെട്ടൊരു മുതലാണ്. കുറേ കാലമായിട്ട് ഞാൻ വാങ്ങാൻ വിചാരിച്ചൊരു സാധനമാണിത്. ഇതിങ്ങനെയുണ്ട്, ഷൂ എങ്ങനെയുണ്ട്? ഏതാ ബ്രാൻഡ് എന്നല്ലേ വിളിച്ചിട്ടുണ്ടോ കേട്ടോ. കോൺവേഴ്സ് എന്നൊരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ ഷൂ കേട്ടോ. ഞാൻ ഒരുപാട് കാലം വാങ്ങാൻ നിൽക്കുന്നു. ഇന്നലെ അൽഹംദുലില്ലാഹ് എനിക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടി. പൊങ്ങച്ചല്ല, കാരണം നമുക്കൊരു സാധനം വാങ്ങണമെന്ന് വെച്ചിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ 2 ആൾ കാണിക്കണമല്ലോ. ഇപ്പം അങ്ങനെയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എനിക്ക് നിങ്ങളല്ലാണ്ട് വേറെ ഉള്ളത് കാണിക്കാൻ അല്ലേ. എനിക്കിപ്പോൾ നാട്ടുകാർ കാണിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് എൻ്റെ ഫോളോവേഴ്സിനെ കാണിക്കുന്നില്ലേ. കാരണം നിങ്ങളല്ല എന്നെ ഇത്ര കാലം കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 കൊല്ലം മുമ്പുള്ള എൻ്റെ അവസ്ഥ, എൻ്റെ ഫേസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. വ്ളോഗിങ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു 10,000 15,000 ആൾക്കാർ മാക്സിമം ഒരു ആവറേജ് ലെവൽ ഇപ്പോൾ വരുന്നുണ്ട്. എനിക്കതൊന്നും മതി. കാരണം ഞാനൊക്കെ ചാനൽ തുടങ്ങിയപ്പം 100 വ്യൂവേഴ്സ് എന്നാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. ആ 100 വ്യൂവേഴ്സ് നമ്മൾ 1 മില്യൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ 1000 2000 ഒക്കെ തന്നെയാണ് തുടങ്ങുന്നത്. എന്തായാലും ഒരു കൊല്ലത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നത് കണ്ടൻസ് ഒക്കെ നല്ല നല്ല കണ്ടൻറ്റൊക്കെ വരുമ്പോൾ നല്ല നല്ല ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ പ്രതീക്ഷ. അപ്പം ഹാപ്പി, ഭയങ്കര ഹാപ്പി. പേടിച്ചു പോയോ? സോറി. ഭയങ്കര ഹാപ്പി, ഭയങ്കര പോസിറ്റീവ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ആ ഒരു സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ പേരിൽ വന്നിട്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്നെ ഇന്ന സ്ഥലത്ത് ഇറങ്ങാൻ വിടില്ല, ഇന്ന രാജ്യത്ത് കിടക്കാൻ വിടില്ല, ഇന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അല്ലേ. നിങ്ങളൊക്കെ എത്ര പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ തെറി പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ആലോചിച്ചൊക്കെ എന്നെ എത്ര തെറി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? നിങ്ങൾ എത്ര ആൾക്കാർ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്? സത്യങ്ങളിങ്ങനെ ഓപ്പണായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം അടുത്ത് നിങ്ങൾക്കൊരു പത്രത്തിൽ വാർത്ത കാണാൻ പറ്റും. നമ്മുടെ വക്കീൽ അതിൻ്റെ പ്രിപ്പറേഷനുള്ളത്. നമുക്ക് ഓൾറെഡി ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഓരോരോ സത്യങ്ങളായിട്ട് ഇങ്ങനെ വരും. പിന്നെ അറിയാം, എനിക്ക് ഇതിനെപ്പറ്റി അധികം സംസാരിക്കാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ആണ്. ഇപ്പം ഈ നിവിൻ പോളിയൊക്കെ വന്ന് വാർത്താ സമ്മേളനത്തിൽ നടത്തിയതുപോലെ എനിക്ക് നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അത് കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എൻ്റെത്. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എപ്പിസോഡ് ചെയ്യുകയാണെങ്കിൽ 1 മാസം 30 ദിവസം സീരിയൽ മോഡൽ എപ്പിസോഡ് ചെയ്യാനുള്ള കണ്ടന്റ് എൻ്റെ അടുത്തുണ്ട്. എൻ്റെ ജീവിതം ഞാനും അനുഭവിച്ച കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊന്നും പക്ഷെ എനിക്ക് പറയാനുള്ള അനുവാദം ഇല്ല അല്ലേ? നിനക്ക് പോകാനുള്ള അനുവാദം ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള അനുവാദം ഇല്ല, അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ടാണ് പറയാത്ത കേട്ടോ. ഇൻഷാ അല്ലാഹ് പറയും. എല്ലാത്തിനും ഒരു കാലമുണ്ടാവും. ചെയ്യാനും ഒരു സമയമുണ്ട്, അതുപോലെ പറയാനും ഒരു സമയമുണ്ട്, കാണിക്കാനും ഒരു സമയമുണ്ട്, അനുഭവിക്കാനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ. നമ്മൾ ആ സമയം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ ദിവസം എന്താ പറയുക, ഞാൻ പറഞ്ഞത് ഡെയിലി ട്രാവൽ വ്ലോഗ് ചെയ്യുമെന്ന് പറഞ്ഞത്, പക്ഷേ ഞായറാഴ്ച എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞായറാഴ്ച ഒരു ദിവസം ഞാനൊന്ന് ബ്രേക്ക് എടുത്താണ്. അപ്പോൾ തിങ്കളാഴ്ച ഇന്ന് വീഡിയോ വന്നു. ഇന്നിപ്പം കണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ കുറച്ച് ഹാപ്പി ന്യൂസൊക്കെ ഉണ്ട്. UAE നമ്മൾ ഒരു കൊച്ചു വീടൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്, അതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോണ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കി തന്നെയാണ്. അതാണ് UAE തന്നെ വെയിറ്റിംഗ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ജോലി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടി ഉണ്ട്. യെസ് ഗൈസ്, ഒരു ജോലി എനിക്ക് പണിയെടുക്കണം എന്നുള്ള ആഗ്രഹം. അപ്പം അത് നിങ്ങൾ കമൻറ്റ് എന്തായിരിക്കും? യൂട്യൂബ് അല്ല ഇരുന്നെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതാണെന്ന് പലരും പല ഇൻ്റർവ്യൂസിലും ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ ഒരു പേരുണ്ട്. ഒരു ക്ലൂ ഞാൻ തരാം, നിങ്ങൾ കമൻറ്റ് ചെയ്യും. ശരിയായ ഉത്തരം ആരാ പറയുന്നു നോക്കാമല്ലോ. ഓക്കെ, അപ്പം എന്തായാലും ജോലി ഉടനെ ഉണ്ടാവും. ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ ജോയിൻ ചെയ്യും. അതിൻ്റെ ഒരു പ്ലാനിങ്സ് ഒക്കെ ഉള്ളത് ഞാൻ ഒരാളുടെ ആക്ച്വലി ഒരു കമ്പനിയാണ് സംസാരിച്ചിട്ടുണ്ട്. സോ പാർട്ട് ടൈമായിട്ട് എനിക്ക് ജോബ് എടുക്കാം, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാം. ദുബായിൽ എങ്ങനെ വീണ്ടും പ്രവാസി. കാരണം വേറൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സങ്കടം വരും. കാരണം നമ്മൾ പണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ജോലിക്ക് പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു. ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് അറിയുന്നു, 4-5 മാസമായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. യൂട്യൂബും കാര്യങ്ങളൊക്കെയാണ്. ബിസിനസ് പോകുന്നുണ്ട്, പക്ഷേ ബിസിനസ് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് സ്റ്റാഫും കാര്യങ്ങളും അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഏതെങ്കിലും ആളുടെ കീഴിൽ ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ അതിനിടയിൽ ഞാൻ വിചാരിച്ചിരുന്നു ബാംഗ്ലൂർ എങ്ങാണ്ട് പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ 1 മാസം വർക്ക് ചെയ്താലും. കാരണം നമുക്ക് ഒരു മൈൻഡൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ ഈ മോന്തയും വെച്ചിട്ട് നീ അവിടെ വർക്ക് കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ വരുമ്പോൾ എന്തായാലും കാണില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് വർക്ക് ചെയ്യണം, എനിക്ക് ശമ്പളം വീട്ടിലും കുഴപ്പമൊന്നുമില്ല, ദിവസം ഒരു 10-300 രൂപ ശമ്പളം കിട്ടിയാൽ മതി. എനിക്ക് രാവിലെ മുതൽ ഒരു സൂപ്പർ മാർക്കറ്റ് ജോലി എന്ന് പറയുമ്പോൾ ഒരു അടിപൊളിയാണ് ബാംഗ്ലൂർ. രാവിലെ എണീക്കുന്നു, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, റാക്കൊക്കെ വൃത്തിയാക്കുന്നു, എന്നിട്ട് അതൊക്കെ ഇങ്ങനെ നല്ല സ്റ്റൈലാക്കി എടുത്ത് വെക്കുന്നു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് കസ്റ്റമേഴ്സിന് നോക്കുന്നു. പിന്നെ ഉച്ചയ്ക്ക് പോയിരുന്നൊരു മെസ്സിൽ പോയിരുന്നൊരു ഫുഡ് അടി ഉണ്ട്. ഏതെങ്കിലും ഒരു കാക്ക ഉണ്ടാവും ബാംഗ്ലൂർ എല്ലാ സൂപ്പർ മാർക്കറ്റിനും റൂമിൽ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാക്ക ഉണ്ടാവും. അപ്പോൾ മൂപ്പര് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് തിന്നുന്നത്. എന്നിട്ട് അവിടുന്ന് ചെറിയൊരു പെട്ടി TV ഒരു മൂവി എല്ലാം കാണുന്നത്. എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുന്നത്. 4 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് പിന്നെയും പോകുന്നു, ഇവിടെ പോകുന്നു. എന്നിട്ട് റാക്കൊക്കെ ക്ലിയർ ചെയ്യുന്നു. എന്നിട്ട് എന്താ പറയുക, അതൊക്കെ ക്ലീൻ ചെയ്യുന്നു. റാക്കൊക്കെ ക്ലിയർ ചെയ്ത് അവിടെ പോയി കസ്റ്റമേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്ത്. അപ്പം എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോൾ വലിയ ഷട്ടറായിരിക്കും. അതിങ്ങനെ മറ്റേ കറക്കുന്ന സാധനം എടുത്ത് ഇങ്ങനെ കറക്കി ആ ഷട്ടറെല്ലാം താത്ത് റൂമിൽ പോന്ന്. നോ സോഷ്യൽ മീഡിയ, നോ അനാവശ്യ കമൻറ്റുകൾ, നോ അനാവശ്യ ചിന്തകൾ. ജോലി ചെയ്യുക, ആ ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ട് പോവുക. ഇതാണ് ബാംഗ്ലൂർ സൂപ്പർ മാർക്കറ്റിലെ ജോബ്. നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്യും, നോക്കാം നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സൂപ്പർ മാർക്കറ്റിലെ ജോബൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഗൾഫിലെ സൂപ്പർ മാർക്കറ്റ് ജോബ് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നെന്ന് പറയുന്നില്ല. കാരണം ഇവിടെ ഏത് വലിയ കോർപ്പറേറ്റ് ലെവലിൽ ബ്രാൻഡാണെങ്കിലും അവർ കൊടുക്കുന്നത് വളരെ തുച്ഛമായ സാലറിയാണ്. 1500 ദിറംസിന് താഴെ മാത്രമേ ബേസിക് സാലറി അവർ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ റൂമും എനിക്ക് തോന്നുന്നു ലൂലു കുറച്ചുകൂടി ബെറ്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ റൂമും ഫുഡെല്ലാം കഴിച്ച് അവരൊരു ലെവൽ കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം ചില സൂപ്പർ മാർക്കറ്റ്സൊക്കെ 1200 കൊടുക്കുന്നത്. 1200 സാലറിയുടേതല്ല, പക്ഷെ അതിലും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ 13 മണിക്കൂർ ജോലിയാണ്. അതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ഇവിടെ രാവിലെ ഒരാൾ 9 മണിക്ക് കയറി കഴിഞ്ഞാൽ ബ്രേക്കിന് പോയി വന്നാൽ ഒരു 13-14 മണിക്കൂറൊക്കെ ജോലി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിലാണ് ഒരു പ്രശ്നം വരുന്നത്. നേരെ മറിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 20 രൂപ ശമ്പളം എടുക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല, ഇത്ര പ്രഷർ ഉണ്ടാവില്ല. ഇവിടെ പ്രഷറാണ്, കാരണം അവരുടെ വിസയിലുള്ളത് 2 വർഷം ഇവിടെ നിന്നേ പറ്റും. 1 വർഷം കഴിഞ്ഞാലാണ് ഒരു ബ്രേക്ക് കിട്ടുന്നത്. അതുവരെ മാസത്തിൽ ലീവില്ല. ഇവിടെ അങ്ങനെയൊക്കെയാണ്, മാസത്തിൽ ലീവില്ല. ചില സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കുട്ടികളെ കാണുമ്പം അവരുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. അതും അറിയാണ്ട് കുറേ കഴുതുകൾ പോയിട്ട് ഈ മക്കളോട് വെറുതെ ചൂടാകും. എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ആവശ്യത്തിനോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചൂടാകുന്ന ആൾക്കാരൊക്കെയാണ് നമുക്കിടയിൽ. പക്ഷേ ഇവരുടെ അവസ്ഥ, ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വരിക, റൂം പോയി കിടന്നുറങ്ങുക. ഇവർക്ക് ഒരു എൻജോയ്മെൻറ്റും ഇല്ല. കൊല്ലത്തിൽ 1 ദിവസം വീട്ടിൽ പോകും.
1 മാസം നിൽക്കുക, തിരിച്ചു വരും. ഇതന്നെ പണി. സോ ഞാൻ സജസ്റ്റ് ചെയ്തത്, നിങ്ങൾ ഗൾഫിൽ സൂപ്പർ മാർക്കറ്റ് പണിക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇങ്ങോട്ട് വരാണ്, നിങ്ങൾ ബാംഗ്ലൂരൊക്കെ അവിടെയും കാണും പോലെ സെയിം സാലറി അവിടെ കിട്ടുന്നുണ്ട്, ഒരു ടെൻഷനും ഇല്ല. എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങി വരാം. ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങി വന്നിട്ട് അടുത്ത പണിക്ക് വരാം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കഴുത്തിൽ കയറിട്ട് വരിക. നിങ്ങൾ വന്ന് ജോലി കയറി കഴിഞ്ഞാൽ 1 കൊല്ലത്തേക്ക് നോ 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 അവിടെ തന്നെ. ഞാൻ ആരെയും അടുപ്പിക്കാൻ പറയുന്നില്ല കേട്ടോ. ഈ ജോലി കൊണ്ടും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഒരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പം കാനഡ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 13 മുതലാണ്. പിന്നെ വേറെ കാര്യം, കാനഡയിലൊക്കെ ഇപ്പം എനിക്കിപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഷെങ്കൻ വിസ കിട്ടി, 5 വർഷത്തെ കിട്ടി. അപ്പം ഷെങ്കൻ വിസയും കാനഡിയൻ വിസയൊക്കെ അപ്ലൈ ചെയ്യുന്നവർ സൂക്ഷിക്കേണ്ടത്, ഈ ഇന്ത്യൻ പാസ്പോർട്ടിന് റിജക്ഷൻസ് ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു കേട്ടോ. പിന്നെ കറക്റ്റായിട്ട് എങ്ങനെ വിസ കിട്ടുക എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി ഞാനൊരു റീൽ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം, ഈ വിസേനെ കുറിച്ചുള്ള റീല്. അപ്പം ഇനി അങ്ങോട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സൂപ്പർ മാർക്കറ്റിൻ്റെ വിഷയമാണെങ്കിലും എല്ലാം കേട്ടോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞു, അയ്യോ എങ്ങനെ ഇരുന്ന ചാനലാണേ, ലക്ഷങ്ങൾ വ്യൂ ഉള്ള ചാനലാണല്ലോ, ഇപ്പോൾ 1000-2000 വ്യൂവേഴ്സിലേ ഉള്ളൂ എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. നിങ്ങളുടെ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് തെറി പറയുന്ന നെഗറ്റീവ് പറയുന്ന ഒന്നുമില്ല. എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ തേടി പിടിച്ച് കണ്ടു വന്നിട്ടല്ല കമൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും ഐ എം സോ ഹാപ്പി കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്, കൂടെ നിൽക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും, തെറി പറയുന്നതിനും നെഗറ്റീവ് ഇടുന്നതിനും ഒക്കെ നന്ദി. ഓക്കെ, അടിപൊളി വീഡിയോസ് വരാണ്ട്, കാനഡ വീഡിയോസ്, US വീഡിയോസ്, യൂറോപ്പ് വീഡിയോസ്, ഒരുപാട് ട്രാവൽ സീരീസ് വരാണ്ട്. നമ്മുടെ ഒരു വണ്ടി ഇപ്പം നാട്ടിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കലാണ്. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അടുത്ത ട്രിപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഴയ ലെവലിലേക്ക് തിരിച്ചു വരും. അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.